എന്നറിയാം. സ്വന്തം ഹൗറ കേട്ടോ. കൊൽക്കത്തയിൽ എത്തി നിൽക്കുക കേട്ടോ. അതിൻ്റെ 17ാമത്തെ സംസ്ഥാനമായ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലോട്ട് നിൽക്കുന്നത്. Better just to always try to fit in. When they consume my head, I hate with feeling. ഗായ്സ് വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയാം? കൊൽക്കത്ത കേട്ടോ. എൻ്റെ 17ാമത്തെ സംസ്ഥാനം വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത. പണ്ട് മുതൽ ഉള്ളൊരു ആഗ്രഹമായിരുന്നു കൊൽക്കത്ത. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം. സോ വി ആർ റീച്ച്. കൊൽക്കത്തയിൽ 3 മേജർ സ്റ്റേഷനാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ഹൗറ, ഒന്ന് സിയൽഡ, ഒന്ന് കൊൽക്കത്ത സ്റ്റേഷൻ. പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു കൊൽക്കത്ത സന്ദർശിക്കണം. കൊൽക്കത്ത ഒരു എന്താ പറയുക, ഒരു ബക്കറ്റ് ലിസ്റ്റുള്ള സ്ഥലമായിരുന്നു കൊൽക്കത്ത. കൂടാതെ 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കേട്ടോ കൊൽക്കത്ത നഗരം. എൻ്റെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഹൗറ ബ്രിഡ്ജില്ലേ, വൺ ഓഫ് ദ ഫേമസ് ആണ് ഇന്ത്യയിൽ തന്നെ. അത് സന്ദർശിക്കണം. പിന്നെ ട്രാം റൈഡ്, എല്ലാം വീഡിയോ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. പിന്നെ വിക്ടോറിയ മെമ്മോറിയൽ, പിന്നെ കുറേ ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടോ. ഒരു ചെറിയ റൂം തപ്പി നടക്കാം കേട്ടോ. ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം പോയാൽ. കുറച്ച് അലക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. കുളിച്ചിട്ടില്ല, 3 ദിവസമായി. സോ ചെറിയ റേറ്റിൽ വല്ല റൂം കിട്ടുകയാണെങ്കിൽ ഒന്ന് എടുക്കണം. റെസ്റ്റ് എടുക്കണം നല്ലപോലെ. ചാർജ് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ബാഗും തൂക്കി പോകാൻ വയ്യ. റൂം തപ്പി ഇറങ്ങി കേട്ടോ. ഒരു റൂം കിട്ടി. ഒരു ചെറിയ റൂമാണ്, അതായത് 1 ഷെയർ റൂമാണ്. കാണിച്ചു തരാം കേട്ടോ. 600 എന്നാണ് പറഞ്ഞേ. ലാസ്റ്റ് ഒരു 400 ഒപ്പിച്ചിട്ടുണ്ട്. റൂം ആകെ 2 അടിയുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മതി. എന്നാലും കുഴപ്പമില്ല. 400 രൂപയ്ക്ക്. 400ൻ്റെ വർക്കൊന്നുമില്ല, 200-300 വർത്തേ ഉള്ളൂ. പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ നാട് ഗായ്സ്. അങ്ങനെ കൊൽക്കത്ത വന്ന് റൂം എടുത്തു കേട്ടോ. ഫുള്ള് ടയേർഡാണ്. സോ ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. പിന്നെ കുളിച്ചിട്ടില്ല, 4ാമത്തെ ദിവസമാണ്. ഇതുവരെ കുളിച്ചിട്ടില്ല. എല്ലാം ഒന്ന് റെസ്റ്റ് എടുത്ത് പതുക്കെ പോകാൻ വിചാരിച്ചു. ഗായ്സ് അങ്ങനെ കുളി കഴിഞ്ഞു, ഫ്രഷായി. അലക്കാനൊക്കെ കിട്ടും ഗായ്സ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു, ഫ്രഷായി. ഇതാട്ടോ എൻ്റെ കോസ്റ്റ്യൂം ഇന്നത്തെ കൊൽക്കത്ത വിസിറ്റ്. സോ ഞാൻ അടുത്ത് പോകുന്നത് വിക്ടോറിയ മെമ്മോറിയൽ, പിന്നെ ട്രാം റൈഡ്, പിന്നെ ഈഡൻ ഗാർഡൻ. ഇത് 3ഉം അടുത്തടുത്താണ്. സോ ആ ഒരു ഭാഗത്ത് പോയാണ് ഇന്നത്തെ പ്ലാൻ. ഇവിടുത്തെ ഒരു ബോട്ട് ജെട്ടി കേട്ടോ. നമുക്കിപ്പോൾ ഒരു ബോട്ട് സർവീസ് ട്രൈ ചെയ്യാം. അങ്ങനെ ബോട്ട് ജെട്ടിയിലെ ടിക്കറ്റ് എടുത്തു കേട്ടോ. 6 രൂപ ആയുള്ളൂ. നമ്മുടെ നാട്ടിലെ സെയിം തന്നെയാണ്. എറണാകുളത്തെ ബോട്ട് ജെട്ടിയിലൊക്കെ 6 രൂപയല്ലേ, ആ സെയിം ചാർജ് തന്നെ കേട്ടോ. പക്ഷെ ഇത് വാർത്ത നമുക്ക് ഹൗറ ബ്രിഡ്ജിൻ്റെ ഫുള്ള് വ്യൂ കാണാം. 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം. ഹുഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ പ്രധാന ഭാഗത്തെയും ഹൗറ എന്ന സ്ഥലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ബ്രിഡ്ജാണ് ഹൗറ ബ്രിഡ്ജ്. 1943 ഹൗറ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ് കൂടിയായിരുന്നു നമ്മുടെ ഈ ഹൗറ. ബോട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. തിരിച്ച് നമ്മൾ കയറിയോടെ തന്നെ വന്ന് ഇറങ്ങി. ഇനി അടുത്ത് നമുക്ക് ബസ് റൈഡ് ആവാം കേട്ടോ. ബസ്സിൽ നമുക്ക് വിക്ടോറിയ മെമ്മോറിയൽ, അതുപോലെ മൈതാൻ, അവിടേക്കാട്ടെ റെയിൽ മ്യൂസിയം ഒക്കെ ഉള്ളത്. സോ അതുകൂടെ കണ്ടിട്ട് പോവാം. എക്സ്പ്ലെയിൻ ഇതാട്ടോ ഇവിടുത്തെ കൊൽക്കത്തയിലെ ബസ് സർവീസ്.
സീറ്റ് കണ്ടോ, ടോട്ടലി ഡിഫറെൻ്റ് ആട്ടോ. ഗായ്സ് അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ, നോക്കാം എത്രയാന്ന് കേട്ടോ അവിടുത്തെ ടിക്കറ്റ് റേറ്റ്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടോ ഗായ്സ്, 50 രൂപയായി. വർത്താണ്, നമുക്ക് അകത്ത് കയറി നോക്കാം കേട്ടോ. ഇതാട്ടോ ടിക്കറ്റ്, നല്ല രസമുണ്ട് കാണാം കേട്ടോ ഗായ്സ്. ഇതാട്ടോ വിക്ടോറിയ മെമ്മോറിയൽ. 1901 ക്യൂൻസ് വിക്ടോറിയ റാണിയുടെ മരണശേഷം അന്നത്തെ വിസ്രോയിയായ ലോർഡ് കോറിൻസനാണ് ഈ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചത്. പിന്നീട് 5 വർഷത്തിന് ശേഷം 1906 ഇതിൻ്റെ തറക്കൽ പ്രിൻസ് കിങ് ജോൺ 5 തറക്കല്ലിട്ട് പണി തുടങ്ങിയത്. 1910 ഈ സ്മാരക മന്ദിരത്തിൻ്റെ പണി തുടങ്ങിയത്. ഏകദേശം 1921 ആകുമ്പോഴേക്കും ഈ പണിയെല്ലാം പൂർത്തിയായി. ഈ സ്മാരക മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് മാർബിൾ കല്ലുകൾ മാത്രം ഉപയോഗിച്ചാണ്. മന്ദിരത്തിൽ കയറുന്നതിന് മുന്നേ സെക്യൂരിറ്റി ചെക്ക് ഉള്ളതാണ്. ഈ കൊട്ടാരം പണിയാനായി അന്നത്തെ 1,05,00,000 രൂപയാണ് ചിലവായിട്ട് വന്നത്. പക്ഷേ ഈ ചിലവായ തുക മൊത്തം പിരിച്ചതും നമ്മുടെ ഇന്ത്യക്കാരിൽ നിന്ന് തന്നെയാണ്. ഈ കാണുന്ന പ്രതിമയാട്ടോ വിക്ടോറിയ രാജകുമാരി. ഒരു രക്ഷയിലോട്ടോ, ബ്രിട്ടീഷ് വിസ്മയ. നമ്മുടെ കൊൽക്കത്തയുടെ അഭിമാനമായ രവീന്ദ്രനാഥ് ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, ഇവരൊക്കെ ജനിച്ചതൊക്കെ കൊൽക്കത്തയിലാട്ടോ. സോ അവരുടെ എല്ലാം പിക്ചേഴ്സ് കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് വിത്ത് ഡീറ്റെയിൽസ്. 1900, 1800 ആ വൈബിലോട്ട് പോയ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും ഫ്രീഡം ഫൈറ്റേഴ്സ്, ഒരു ആ വൈബിലുള്ള പഴയകാല ഉപകരണങ്ങൾ, തോക്ക്, ഗണ്ണ്, അങ്ങനത്തെ ഐറ്റങ്ങളായിരുന്നു കേട്ടോ. സോ ഇതെല്ലാം കാണാൻ പറ്റില്ല, പ്രൗഡ് ടു ബി. ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് കേട്ടോ, ആർമി ആർട്സ് ഫെസ്റ്റിവൽ. ഈ ഒരു കൊട്ടാരം, ഈ ഒരു വൈബ്, ഇതെല്ലാം കാണുമ്പോൾ ഒരു ഔട്ട്സൈഡ് അബ്രോഡ് പോയ ഒരു ഫീൽ കേട്ടോ. യൂറോപ്പിലെ കണ്ടുവരുന്ന ഒരു രീതി. മെട്രോ സ്റ്റേഷനിൽ എത്തിട്ടോ. ബസ്സിൽ പോയ വെച്ചു, പക്ഷെ മെട്രോ അവിടെ ട്രൈ ചെയ്യാലോ. കൊൽക്കത്ത മെട്രോ എങ്ങനെയുണ്ട് നോക്കാട്ടോ, റിവ്യൂ നോക്കാം. ഡൽഹി മെട്രോ, ചെന്നൈ മെട്രോ, പിന്നെ ഹൈദരാബാദ്, കൊച്ചി, പിന്നെ ദുബായ് എല്ലാം ട്രൈ ചെയ്താൽ. സോ ഇവിടുത്തെ മെട്രോയുടെ എങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ. കൊൽക്കത്തയിലും നമ്മുടെ ഡൽഹി പോലെ തന്നെ കേട്ടോ, ഡൽഹി ചെന്നൈയിലൊക്കെ പോലെ തന്നെ അണ്ടർഗ്രൗണ്ട് മെട്രോ കേട്ടോ. പക്ഷെ ഞാൻ കണ്ടതിൽ ദുബായ് മാത്രം അണ്ടർഗ്രൗണ്ട് അല്ല, അപ്സൈഡാണ്. അങ്ങനെ കാശ് മെട്രോന് ടിക്കറ്റ് എടുത്തു കേട്ടോ, 30 രൂപയുള്ളൂ. ഗായ്സ് അങ്ങനെ മെട്രോന്ന് ഇറങ്ങിട്ടോ. മെട്രോ കുഴപ്പമൊന്നുമില്ല, ഡൽഹി ആ രീതി തന്നെയാണ്. പിന്നെ പ്ലാൻ എൻ്റെ സോനകാശി പോലെന്ന് പ്ലാൻ, ബട്ട് ചേഞ്ച് ചെയ്തു കേട്ടോ. അവിടെ സേഫ് അല്ല, അതിനേക്കാളും ബെസ്റ്റ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ ഇവിടുത്തെ ചാന്ദിനി ചോക്കിൽ വന്നു കേട്ടോ. ഇവിടെ വന്ന് മെട്രോ അല്ല ട്രാം റൈഡ് കൂടെ കാണാമെന്ന് പറഞ്ഞ് ഒരു ചങ്ങാതിനെ പരിചയപ്പെട്ടായിരുന്നു മെട്രോ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഓൻ പറഞ്ഞു ഇവിടെ ഇറങ്ങിക്കോ, ഇവിടെ ആൾമോസ്റ്റ് കൊൽക്കത്ത എല്ലാം ബാനാക്കിയതാണ് ട്രാം. ബട്ട് ചില പർട്ടിക്കുലർ പ്ലേസിൽ മാത്രം ട്രാം സർവീസ് ഉണ്ട് കേട്ടോ, ചെറിയൊരു രീതിയിൽ ഓടുന്ന ട്രാമാണ്. സോ അതുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഗായ്സ് അങ്ങനെ എൻ്റെ അടുത്തൊരു ആഗ്രഹമാണ് നമ്മുടെ ട്രാം റൈഡ് കൊൽക്കത്തയിൽ. ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടാട്ടോ വന്നേ. ബട്ട് കാലത്ത് മുതൽ ചോദിച്ചു എല്ലാവരും പറഞ്ഞു ട്രാം ബന്ദ് ചെയ്തു, ബാനാക്കി. പക്ഷേ നമ്മുടെ കൂട്ടുകാരനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ഭാഗത്ത് മാത്രം ട്രാം സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞു. സോ അവൻ വർക്ക് ചെയ്യുന്നത് അവിടെയാണ്, അവൻ സ്ഥിരം കാണാറുണ്ട്. സോ ഓൻ്റെ കൂടെ പോവാം കേട്ടോ. ഓൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൻ്റെ കൂടെ പോവാം. നല്ലൊരു ചങ്ങായി കേട്ടോ. Just go. Dang. ഇത് ട്രാമിൽ സെക്കൻഡ് ബോഗി കേട്ടോ. തിരക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നല്ല തിരക്കുണ്ട്, സെക്കൻഡ് ബ്ലോക്കിൽ വലിയ തിരക്കൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാം. ബ്ലോക്കിൽ പെട്ട തന്നെ കേട്ടോ. 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ പെട്ട് ഇങ്ങനെ ഉച്ചഴിയുന്ന പോലെ കഴിയും. കണ്ടക്ടർ വരുന്നുണ്ടോ അതിൽ? 2 ബോഗിയേ ഉള്ളേ, അപ്പുറത്തും ഇപ്പുറത്തും. കണ്ടക്ടർ തോന്നുമ്പോൾ വരും. ഞാൻ 4-5 വട്ടം ഇറങ്ങി കയറി പിന്നെ കുറച്ച് ഫീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ. ഇതാട്ടോ ഗായ്സ് ടിക്കറ്റ്, 8 രൂപയായി. ഗായ്സ് അങ്ങനെ ട്രാമിൽ നിന്ന് ഇറങ്ങിട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പതുക്കെ പോകുന്നുള്ളൂ, ക്ഷമ വേണം. പക്ഷെ എന്നാലും ഒരു ലൈഫിലൊരു 1 ടൈം മൂവ്മെന്റ് ആയിരുന്നു കേട്ടോ ട്രാമിൽ. ബസ്സിൽ കയറി കേട്ടോ തിരിച്ച് വീണ്ടും റൂമിലോട്ടല്ല, രാത്രി ഹൗറ വിളിച്ച് കാണാൻ ഒന്നുകൂടി ബെറ്റർ ആട്ടോ. അടിപൊളി ലൈറ്റ് ഒക്കെ എത്തിയിട്ട്. സോ അവിടെ പോയി കാണാം. കൊൽക്കത്ത നഗരം കാലത്തെക്കാളും ഭംഗി വൈകിട്ട് കാണാൻ കേട്ടോ. നല്ല കളർഫുൾ സിറ്റി ഓഫ് ജോയിനൂടെ ഈ കൊൽക്കത്തനെ പറയുന്നുണ്ടോ. ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ കൊൽക്കത്ത ഫുള്ള് കറങ്ങിയതൊന്നും പറയുന്നില്ല, ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ടാർഗറ്റ് ചെയ്ത 3 സ്ഥലങ്ങളും പോയി. ഹൗറ ബ്രിഡ്ജ് പോയി, വിക്ടോറിയ മെമ്മോറിയൽ പോയി, പിന്നെ ട്രാം റൈഡ്. ഇതായിരുന്നു കേട്ടോ കൊൽക്കത്ത എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എൻ്റെ മനസ്സിൽ വന്നേ. ഇത് മാത്രമല്ല, ഇനി ഇഷ്ടം പോലെ ഫുഡ് സ്പോട്ട് ഉണ്ട്, അതുപോലെ കുറച്ച് ടെമ്പിൾ ഉണ്ട്. അത് പോകാനുള്ള ടൈമില്ല. കാരണം എനിക്ക് ഡിസംബർ 10 നാഗാലാൻഡ് പിടിക്കണം. ഫെസ്റ്റിവൽ ഇല്ലേ, ഹോൺബിൽ ഫെസ്റ്റിവൽ, അത് ഡിസംബർ 1 to 10 വരെ ഉള്ളൂ. സോ ഇന്ന് 5 ഇനി എന്തായാലും മാക്സിമം 2 or 3 days. കാരണം ആ സമയം പോവും. എന്തായാലും എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, അതിനുള്ള ഓട്ടത്തിലാണ്. ഇത്രയൊക്കെ ഉള്ളൂ. കൊൽക്കത്ത അടിപൊളി സിറ്റി കേട്ടോ. ബട്ട് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതിന് വിഷമമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കൊൽക്കത്ത കൂടുതൽ പോഴിയാം. ഇന്ത്യയിലല്ലേ, ഇപ്പോൾ വേണമെങ്കിൽ കയറി പഠിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ